നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ആയിരങ്ങളുടെ മനം നിറച്ചുകൊണ്ട് അരൂർ ജലോത്സവം മലയാള നാടിനെ ഓണത്തിൻ്റെ വരവറിയിച്ചു. ഇത്തവണ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ പരമാവധി ഒഴിവാക്കിയാണ് അരൂർ ജലോത്സവം അരങ്ങേറിയത്. ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ എ ഗ്രേഡ് ഇനത്തിൽ പറവൂർ താണിയനും ബി ഗ്രേഡ് ഇനത്തിൽ മയിൽപീലിയും ഒന്നാം സ്ഥാനം നേടി. വാർത്തകൾ വിശദമായി. ആയിരങ്ങളുടെ മനം നിറച്ചുകൊണ്ട് നടന്ന അരൂർ ജലോത്സവം മലയാള നാടിന് ഓണത്തിൻ്റെ വരവറിയിച്ചു. ഇത്തവണ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ പരമാവധി ഒഴിവാക്കിയാണ് അരൂർ ജലോത്സവം അരങ്ങേറിയത്. കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജലോത്സവ കമ്മിറ്റിയുടെ സംഭാവനയായ 1 ലക്ഷം രൂപ അരൂർ MLA ദലീമ ജോജോയെ ഏൽപ്പിച്ചുകൊണ്ട് അരൂർ ബോട്ട് ക്ലബ്ബ് സാമൂഹിക പ്രതിബദ്ധതയും പ്രകടിപ്പിച്ചു. ജലോത്സവത്തിൻ്റെ ആവേശം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അരൂക്കുറ്റി പാലത്തിൻ്റെ കൈവരിയിലും പവലിയനിലും നടുക്കായലിൽ വിവിധതരം ജലയാന വാഹനങ്ങളിലും ആളുകൾ തിങ്ങി നിറഞ്ഞു. 900 മീറ്റർ ദൂരം തുഴയെറിഞ്ഞ് കുതിച്ചു വരുന്ന ഇരുട്ടുകുത്തി വഞ്ചികളെ അവർ ആർപ്പ് വിളിയോടെയും കൈയടിച്ചും പിന്തുണച്ചു. മത്സരിച്ച 18 ഇരുട്ടുകുത്തി വള്ളങ്ങളിൽ എ ഗ്രേഡ് ഇനത്തിൽ താണിയൻ 3ാം തവണയും കിരീടം നേടി. ഗോതുരുത്ത് പുത്രനാണ് 2ാം സ്ഥാനം. ബി ഗ്രേഡ് മത്സരത്തിൽ മയിൽപീലി 1ാം സ്ഥാനവും മടപ്ലാന്തുരുത്ത് 2ാം സ്ഥാനവും നേടി. അരൂരിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. ആദരിക്കപ്പെട്ടതിൽ അരൂർ പ്രസ് ക്ലബ് സെക്രട്ടറി KR സേതുരാമനും PI ജോർജും പ്രമുഖ സംഗീതജ്ഞരായ PK മനോഹരനും TK ശരവണനും ഗ്രാഫിക് ഡിസൈനറായ റോയ് മെൻഡിസും പട്ടണക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനിയായ KK നിഹാരയും ഉൾപ്പെടുന്നു. ദേശീയ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് സെലക്ഷൻ കിട്ടിയ നിഹാര ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ ക്യാപ്റ്റനും അരൂരിലെ പ്രമുഖ പത്രപ്രവർത്തകനായ KT കുഞ്ഞുമോന്റെ പുത്രിയുമാണ്. ജലകായിക വിനോദമേളയുടെ ആശ്ചര്യകരമായ നിമിഷങ്ങളായിരുന്നു അരൂർ നിവാസികൾക്ക് ഞായറാഴ്ച അനുഭവപ്പെട്ടത്. ഇരുട്ടുകുത്തി വഞ്ചികളിൽ ഒരെണ്ണം ആകസ്മികമായി മറിഞ്ഞതും തക്ക സമയത്ത് സ്കൂബ ഡൈവിംഗ് ടീമും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും പോലീസ് സംവിധാനവും ഇടപെട്ട് ആശങ്ക ഒഴിവാക്കുകയായിരുന്നു. ഫോട്ടോ ഫിനിഷ് ഉൾപ്പെടെയുള്ള ആധുനിക വിധി നിർണയവും പ്രഗത്ഭരായ വിധികർത്താക്കളും ജലമേളയുടെ മാറ്റുകൂട്ടി. മുൻകൂട്ടി നിശ്ചയിച്ച മന്ത്രിമാരും MP-യും എത്തിയില്ലെങ്കിലും ചടങ്ങ് ഗംഭീരമാക്കാൻ മുൻ MP AM ആരിഫും MLA ദലീമ ജോജോയുമടക്കം പ്രമുഖരുണ്ടായിരുന്നു. അരൂർ ബോട്ട് ക്ലബ്ബ് രക്ഷാധികാരിയും വ്യവസായ പ്രമുഖനുമായ അനസ് ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അരൂർ MLA ദലീമ ജോജോ ജലമേള ഉദ്ഘാടനം ചെയ്തു. മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് മേള ഫ്ലാഗ് ഓഫ് ചെയ്തു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ PR രതീഷ് ചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. കൺവീനർ PV ഉദയൻ പരിപാടി കോർഡിനേറ്റ് ചെയ്തു. പോൾ പടമാടൻ, ഭദ്രൻ വടക്കുംപുറം തുടങ്ങിയ പ്രമുഖ കമന്റേറ്റർമാർ ജലോത്സവത്തിന്റെ ഇടവേളകൾ വിരസമാകാതെ കാത്തു സൂക്ഷിച്ചു. വ്യവസായ പ്രമുഖരായ പ്രേമാനന്ദ ഭട്ട്, CKP മുജീബ്, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും
ബോട്ട് ക്ലബ്ബ് ഭാരവാഹികളും ഉൾപ്പെടുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി, ഇ ഇഷാദ്, എ അലക്സ്, ഒ.കെ. മോഹനൻ, എം.എൻ. സിബിൽ, പി.എം. അജിത് കുമാർ, അസീസ് പായിക്കാട്, നസീർ, ദിനേശ്, ഇബ്രാഹിംകുട്ടി, എൻ.ടി. ധനേഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചിരുന്നു. അരൂർ ബോട്ട് ക്ലബ്ബ് ചെയർമാൻ സി.കെ. ശ്രീശുഗൻ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ബെഥേൽ ചർച്ച് കുണ്ടന്നൂർ ഒരുക്കുന്ന സ്വർഗീയ സന്ദേശം 2024. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മാസം സെപ്റ്റംബറിൽ 12 മുതൽ 15 വരെ നടക്കുന്ന സുവിശേഷ മഹായോഗത്തിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സെപ്റ്റംബർ 12, 13, 14, 15 തീയതികളിൽ വൈകുന്നേരം 5:30 മുതൽ 9 മണി വരെ നടത്തപ്പെടുന്നു. പാസ്റ്റർ സണ്ണി അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിക്കും.